നമസ്കാരം, ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് സ്വാഗതം. സംസ്ഥാനം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക്. ഏവർക്കും കെട്ടാങ്ങൽ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞങ്ങളുടെ യാത്ര ഇന്ന് ചാത്തമംഗലം പഞ്ചായത്തിലെ 12-ാം വാർഡിലാണ്. 751 സ്ത്രീകളും 752 പുരുഷന്മാരുമടക്കം ആകെ 1503 വോട്ടർമാരാണ് പുതിയാടത്തിലുള്ളത്. എന്തായിരുന്നാലും അവസാന വിജയം ആർക്കായിരിക്കും? ഞങ്ങളുടെ യാത്ര സ്ഥാനാർത്ഥികളിലേക്ക്. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെയുള്ളത് ചാത്തമംഗലം 12-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ശിവദാസൻ ബംഗ്ലാവിലാണ്. സ്വാഗതം. അദ്ദേഹം ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്നു. എൻ്റെ പേര് ശിവദാസൻ ബംഗ്ലാവിൽ, 12-ാം വാർഡിലെ UDFൻ്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നല്ല, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യവും ഈ വാർഡ് UDFനെ തുണച്ചു പോകുന്ന ഒരു വാർഡാണ്. പ്രാവശ്യം ഈ വാർഡിൽ എന്തെങ്കിലും UDFൽ തന്നെ എന്തെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടോ? UDFൽ യാതൊരു പ്രശ്നങ്ങളും ഇപ്പോൾ ഇല്ല. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത്. അതാണ്ട് എൻ്റെ കൂടെ തന്നെ ഒട്ടനവധി ആൾക്കാരാണ് കൂടെ പോരാൻ തയ്യാറായി നിൽക്കുന്നത്. ഈ കോവിഡിൻ്റെ മാനദണ്ഡങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ലിമിറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ കൂടെ പ്രവർത്തനം നടത്തുന്നത്. വളരെ ആവേശത്തോടു കൂടിയാണ് എല്ലാ പ്രവർത്തകരും നേതാക്കളും ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. വിജയിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർഡിൽ ഉദ്ദേശിക്കുന്നത്? വിജയിച്ചു കഴിഞ്ഞാൽ ഈ വാർഡിൽ മാത്രമല്ല, ഞങ്ങൾ പഞ്ചായത്തിൽ മൊത്തത്തിൽ UDF ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 15 വർഷമായി ഈ പഞ്ചായത്തിൽ ഒരു ഭരണ സംവിധാനം ഉണ്ടോ എന്ന് തന്നെ ഞങ്ങൾക്ക് സംശയമാണ്. കാരണം ഒരു നല്ലൊരു നേട്ടങ്ങൾ എടുത്തു പറയാൻ ഈ കാലഘട്ടത്തിൽ അവർക്ക് സാധിച്ചിട്ടില്ല. കിട്ടുന്ന ഫണ്ട് എന്തെങ്കിലും ചെലവഴിക്കാന്നല്ലാതെ ഒരു ജനങ്ങളിലേക്ക് പൂർണ്ണമായി എത്തുന്നുണ്ടോ എന്നുള്ളത് അവർക്ക് പരിശോധിക്കാൻ പോലും സാധിച്ചിട്ടില്ല. UDF കാഴ്ചപ്പാട് വയ്ക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഫണ്ട് ചെലവഴിക്കുമ്പോൾ ജനങ്ങളിൽ എത്തിയിരിക്കണം. അത് വ്യക്തമായ കാഴ്ചപ്പാട് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഇപ്രാവശ്യം ചാത്തമംഗലം പഞ്ചായത്ത് UDFന് ലഭിക്കും. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട്? 100% ഞങ്ങൾക്ക് ഉറപ്പാണ് UDFന് ഈ പ്രാവശ്യം പഞ്ചായത്ത് ഭരണം കിട്ടും എന്നുള്ളത്. കാരണം ജനങ്ങൾ അത്രമാത്രം വെറുത്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ എടുത്തു പറയാൻ പറ്റിയ ഒരു നേട്ടങ്ങളും ഈ ഭരണകാലത്ത് ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങൾ, അതിൻ്റെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. കോളിമാട് നാരക്കുടി കളന്തോട് റോഡിൻ്റെ ഈ ഇന്നത്തെ ശോച്യാവസ്ഥ. 2-2.5 വർഷമായി ഈ റോഡ് പണി തുടങ്ങിയിട്ട് ഇന്നും അനാഥമായി കിടക്കുകയാണ്. അത് ശ്രദ്ധിക്കാൻ പോലും ഇവിടെ ആരുമില്ല. ആ ഫണ്ട് വന്നപ്പോൾ എല്ലാ തലത്തിലും എല്ലാ വാർഡുകളും കേന്ദ്രീകരിച്ച് ചില കമ്മിറ്റികൾ രൂപീകരിച്ച് ഞങ്ങളൊക്കെ ആ കമ്മിറ്റി പങ്കാളികളായിരുന്നു. പക്ഷേ അതൊന്നും കാര്യക്ഷമമല്ലാത്ത രീതിയിലായി മാറി. ഞങ്ങളൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് പല എൻജിനീയേഴ്സിൻ്റെ അടുത്ത് പോയി ഇന്നും ആ റോഡ് അനാഥമായി കിടക്കുകയാണ്. ഞങ്ങൾ അധികാരത്തിലേറിയ ഞാനൊരു മെമ്പറായി തിരഞ്ഞെടുത്താൽ UDFനും അധികാരം കിട്ടിയാൽ ഈ റോഡിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ട എന്ത് പ്രവർത്തനമാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിന് അങ്ങേ തലവരെ പോവും. പ്രവർത്തനം തുടങ്ങി ആ റോഡ് നല്ല രീതിയിൽ പൂർത്തിയാക്കാൻ വേണ്ട പ്രവർത്തനമാണ് ആദ്യം ഞങ്ങൾ ചെയ്യുക. മാത്രമല്ല എല്ലാ മേഖലയും ഞങ്ങൾ വ്യക്തമായ ലക്ഷ്യങ്ങളുണ്ട്. ഞങ്ങൾ ഏതെങ്കിലും ഉത്തരവാദിത്ത സ്ഥാനം നിർത്തിയാൽ ആ ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കണം എന്നുള്ള കാഴ്ചപ്പാടുകാണ്. ഞാൻ ഇടക്കാലത്ത് നായർ സ്കൂളിലെ PTA കമ്മിറ്റി മെമ്പറാണ്. ഇടക്കാലത്ത് PTA പ്രസിഡൻ്റായിരുന്നു. ആ കാലത്ത് കഴിഞ്ഞ UDF ഭരണകാലത്ത് 2013-14 വർഷം ഞാൻ PTA പ്രസിഡൻ്റായിരുന്നു. അന്ന് ഞങ്ങൾ സ്കൂളിലെ അക്കാദമിക് നിലവാരം ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. SSLC പരീക്ഷയ്ക്ക് 100% വിജയം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി മുഴുവൻ രക്ഷിതാക്കളും പങ്കെടുത്തുകൊണ്ട് ക്യാമ്പുകൾ സംഘടിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് ഇന്ന് 100% റിസൾട്ടാണ് സ്കൂൾ SSLC കിട്ടാറുള്ളത്. അതിന് മാത്രമല്ല, പിന്നെ നല്ലൊരു പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് SPC.
ഈ പദ്ധതി നായർ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അന്നത്തെ ആഭ്യന്തര മന്ത്രിയായിരുന്ന ശ്രീ രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് നിവേദനം സമർപ്പിച്ചു. അങ്ങനെ ആ പദ്ധതി നായർ സ്കൂളിൽ എത്തിക്കാൻ എനിക്ക് സാധിച്ചു. അത് നല്ല രീതിയിൽ ഇപ്പോൾ പോകുന്നു. അങ്ങനെ നമ്മളൊരു സ്ഥാനത്ത് എത്തി കഴിഞ്ഞാൽ നമുക്ക് ലക്ഷ്യമാണ് അത് പൂർത്തീകരിക്കാൻ. അതിനുവേണ്ട എല്ലാ പ്രവർത്തനവും ഇത്രയും കാലം ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവും. എന്തായിരുന്നാലും എല്ലാവിധ വിജയ ആശംസകളും നേരെയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് 12-ാം വാർഡ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന NP കമലക്കൊപ്പമാണ്. ഞാൻ പുതിയാടം വാർഡിലെ മുൻ മെമ്പറാണ്. ഇപ്പം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങളൊക്കെ കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷം UDFൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച നിങ്ങൾ ഈ വർഷം UDFിൽ നിന്നും പോന്ന് ഒരു സ്വതന്ത്രനായി മത്സരിക്കാനുള്ളൊരു കാരണം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വനിതാ മതിലിന് പങ്കെടുത്തത് കൊണ്ടാണ് കോൺഗ്രസിൽ നിന്ന് എന്നെ പുറത്താക്കുകയും ഇതുവരെ ആയിട്ട് എന്നെ കോൺഗ്രസിലേക്ക് തിരിച്ചെടുക്കാത്തത് കൊണ്ടാണ് എൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ഭാഗമായി ഞാൻ ആ മതിലിൽ പങ്കെടുത്തത് കൊണ്ടാണ് എന്നെ ശരിക്കും അവർ പുറത്താക്കിയത്, കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയത്. മതിലിന് പങ്കെടുക്കുന്നതിന് മുമ്പ് അവർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ പങ്കെടുക്കരുതെന്നില്ല? മതിലിന് മുമ്പേ ഞാൻ എൻ്റെ സത്യത്തിൽ എൻ്റെ മണ്ഡലം പ്രസിഡന്റിനോടും എൻ്റെ DCC സെക്രട്ടറിയോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതിലൊരു തെറ്റുമില്ല. സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടി സുപ്രീം കോടതിൻ്റെ വിധിക്കനുസരിച്ച് കേരള സർക്കാർ നടപ്പിലാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഏത് സർക്കാർ നടപ്പിലാക്കിയാലും ഞാൻ സ്ത്രീകളൊപ്പം ഉണ്ടാവും. അല്ലാതെ ഞാൻ വേറൊന്നും ചിന്തിച്ചിട്ടില്ല. സ്ത്രീ സമത്വത്തിന് വേണ്ടി മാത്രമാണ് ഞാൻ അന്ന പരിപാടിയിൽ പങ്കെടുത്തത്. എന്തായിരുന്നാലും അത് ജനങ്ങൾ തീരുമാനിക്കട്ടെ. എന്തെല്ലാം വികസനങ്ങളായിരുന്നു കഴിഞ്ഞ 5 വർഷം ഈ വാർഡിന് വേണ്ടി നൽകിയിട്ടുണ്ടായിരുന്നത്? 1.5 കോടിയുടെ വികസനമാണ് ഞാൻ എൻ്റെ വാർഡിൽ കൊണ്ടുവന്നത്. ചാത്തമംഗലം പഞ്ചായത്ത് ഭരിക്കുന്നത് LDF ആണെങ്കിലും ഞാൻ UDFൻ്റെ പ്രതിനിധിയായിട്ടാണ് പുതിയാടം വാർഡിൽ പ്രതിനിധീകരിച്ചത്. പക്ഷേ എനിക്ക് അത് LDFൻ്റെ ഭരണമാണോ എന്ന് ഒരു പ്രശ്നവും എനിക്കുണ്ടായിട്ടില്ല. എനിക്ക് നല്ലൊരു വികസന പ്രവർത്തനം എനിക്ക് എൻ്റെ വാർഡിൽ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും ആ വികസനങ്ങൾ എൻ്റെ വാർഡിൽ എത്തിക്കാനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ സംതൃപ്തനാണ്. അത് ജനങ്ങൾക്കും അറിയാം. ജനങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഒറ്റക്കെട്ടായിട്ട് ജനങ്ങൾ തന്നെയാണ് എന്നോട് പറഞ്ഞത് സ്വതന്ത്രയായി മത്സരിക്കണമെന്ന്. പ്രത്യേകിച്ച് എൻ്റെ വാർഡിലെ സ്ത്രീ സമൂഹം ഒന്നിച്ചെൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്നുള്ളത് ആത്മവിശ്വാസമുണ്ട്. പിന്നെ ജയവും പരാജയവും ഒക്കെ സാധാരണയാണല്ലോ. അത് അതെ, ജനാധിപത്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ജനങ്ങൾ എന്നിലും വിശ്വസിക്കുന്നുണ്ട്. ഈ വാർഡിലെ എൻ്റെ പോസ്റ്ററിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഞാൻ ആരെയും എതിർക്കാനോ തോൽപ്പിക്കാനോ അല്ല, ജനത്തിനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനും ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും അതുപോലെ തന്നെ എൻ്റെ വാർഡിൻ്റെ വികസനങ്ങൾ കുറച്ചുകൂടി ചെയ്യാനുണ്ട്. അതൊക്കെ തന്നെ എൻ്റെ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുകൊണ്ട് അവരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ ഞാൻ സന്നദ്ധയാണ് എന്നതുകൊണ്ട് തന്നെയാണ് ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കാൻ തയ്യാറായത്. ജനവിധി അനുകൂലമായി കഴിഞ്ഞാൽ എന്തെല്ലാം വികസനങ്ങളാണ് ഈ വാർഡിൽ ഇനിയും കൊണ്ടുവരുന്നത്? പ്രധാനമായിട്ടും കുടിവെള്ളത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. 1500 മീറ്ററോളം ഞാൻ എൻ്റെ വാർഡിൽ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു. NCPC കുടിവെള്ളമാണ് എത്തിച്ചു കഴിഞ്ഞത്. ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കൂടുതലായിട്ടും എൻ്റെ വാർഡിൽ കുടിവെള്ളം കിട്ടാത്ത എല്ലാ മേഖലകളിലും കുടിവെള്ളം എത്തിക്കുക, അതോടൊപ്പം തന്നെ വാർഡിലെ റോഡ് ഗതാഗതം സുരക്ഷിതമാക്കുക, അതോടൊപ്പം വെളിച്ചം, അതാണ് എൻ്റെ മനസ്സിലുള്ള ഏക ലക്ഷ്യം. പിന്നെ ഈ വാർഡിലെ ജനങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് എന്നിൽ നിന്നുകൊണ്ട് കഴിയാവുന്നിടത്തോളം ഞാൻ ചെയ്തു കൊടുക്കുമെന്നാണ് ജനങ്ങൾക്ക് കൊടുക്കുന്ന വാക്ക്. ആരെയും തോൽപ്പിക്കാനല്ല, ജനം തോൽക്കാതിരിക്കാൻ എന്ന മികച്ച ക്യാപ്ഷനോട് കൂടിയാണ് സ്വതന്ത്രയായിട്ട് NP കമല മത്സരിക്കുന്നത്. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു. സ്ഥാനാർത്ഥികൾക്കൊപ്പം വാർഡിലൂടെ ഞങ്ങളോട് കൂടെയുള്ളത് ചാത്തമംഗലം പഞ്ചായത്ത് 12-ാം വാർഡ് BJP സ്ഥാനാർത്ഥി രവീന്ദ്രനാണ്. അദ്ദേഹം നിങ്ങളോട് പരിചയപ്പെടും. ഞാൻ പേര് രവീന്ദ്രനാണ്. ചാത്തമംഗലം പഞ്ചായത്തിൽ 12-ാം വാർഡിൽ BJP സ്ഥാനാർത്ഥിയായിട്ട് താമര ചിഹ്നത്തിൽ മത്സരിക്കുന്നു. ഏതെല്ലാം മേഖലയിലാണ് മുമ്പ് പ്രവർത്തിച്ചിട്ടുള്ളത്? ക്ഷേത്രാമരക്ഷണ സമിതി
ഇതിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. പിന്നെ ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് അതിലാണ് കൂടുതൽ പ്രവർത്തനങ്ങളുള്ളത്. പിന്നെ ജോലി ആശാരിപ്പണിയാണ്. ഇപ്പോൾ നമുക്കറിയാം പഞ്ചായത്ത് 15 വർഷമായി ഇപ്പോൾ ഇടതുപക്ഷം ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെല്ലാം പോരായ്മകളാണ് ജനങ്ങളോട് പറയാനുള്ളത്? പോരായ്മകൾ എന്ന് പറഞ്ഞാൽ ഈ പുതിയാടം വാർഡിൽ ഇടതുപക്ഷം ഭരിച്ചിട്ട് വികസന പ്രവർത്തനങ്ങൾ കാര്യമായിട്ടൊന്നും തന്നെ നടന്നിട്ടില്ല എന്ന് തന്നെ പറയും. ഉദാഹരണമായിട്ട് എൻ്റെ വീടിൻ്റെ അടുത്തോടെ തന്നെ ഒരു റോഡുണ്ട്. ആ റോഡ് ഇതുവരെ ഇനിയും ഒരു 100-200 മീറ്ററോളം വർക്കുകൾ ചെയ്യാനുണ്ട്. എന്തെല്ലാം വികസനങ്ങളാണ് ജനങ്ങളോട് പറയാനുള്ളത്? വികസനങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ജയിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് എൻ്റെ പിന്നെ മെമ്പർ സ്ഥാനത്തിലൂടെ കിട്ടുന്ന പരമാവധി പിന്നെ കാര്യങ്ങൾ ചെയ്യാമെന്ന്. എന്തായിരുന്നാലും നമ്മളോട് കൂടെ തുടർന്നതിന് വളരെയധികം നന്ദി. എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു.